വീഡിയോ ഒരു റിബൺസ് വെച്ചിട്ടാണ് കേട്ടോ ഒരു ബോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഒരു സാരി റിബണാണ്, ഒരു സ്കൈ ബ്ലൂ കളറാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള 1 ഇഞ്ചിൻ്റെ ഗ്രോത്ത് സ്ക്രീൻ റിബണാണ് കേട്ടോ, അതും സെയിം കളറാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ റോള് ഈ ഒരു കളറ് കയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ഇത് ലാസ്റ്റ് ആയിട്ടുണ്ട്, ബാക്കിയുള്ള കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് എത്ര വലിപ്പമുള്ള ബോയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കുക. ഇതിങ്ങനെ വെച്ചാൽ എനിക്കിപ്പോൾ ചെറുതാണ് വേണ്ടത്, അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു തരാം, എത്രയാണ് ഇത് അളവുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒരു 14 സെൻറ്റിമീറ്ററാണ് കേട്ടോ ഉള്ളത്. 14 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഞാൻ സെയിം വലുപ്പത്തിൽ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 പീസാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ 2 പീസ് എടുത്തു. ഇനി ഇതൊന്ന് 2 സൈഡും ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. അടുത്തത് സാരി റിബൺ ഇതൊരു 14 സെൻറ്റിമീറ്ററല്ല എടുത്തത്. അപ്പോൾ ഞാനിതൊരു 10, 11 ആ ഒരു സൈസൊക്കെ മതിയാവും കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 11 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ ഈ ഒരു ഭാഗം 2 ഭാഗത്തും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ തുന്നി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ തുന്നുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ തുന്നാറ്. ബോൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഒറ്റ കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റലാണ്. അതാണ് എനിക്ക് ബോ ഒന്നും കൂടി നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അയ്യോ, കെട്ടിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം നൂല് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം മുതൽ ഇതുപോലെ 2 ഭാഗവും നടുഭാഗത്തേക്ക് തന്നെ വെക്കുക കേട്ടോ. നടുവിലേക്ക് വെച്ചിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നാക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് നടുവിലൂടെ കുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കൊടുത്ത് ഒന്ന് ലെവലാക്കുക. എന്നിട്ട് അടുത്തതും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. കെട്ടിട്ട് കൊടുത്ത് വെച്ചാൽ മതി. അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം വെക്കുക. ഉണ്ടോ, ഇതിൻ്റെ ഒപ്പം വെക്കുക. ഒന്നും കൂടിയും ഇതിൽ 2ലും കൂടിയും കയറുന്ന പോലെ ഒന്ന് കയറ്റി കൊടുക്കുക. ഒന്നും കൂടിയും ചുറ്റിയിട്ട് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. 2-3 വട്ടമൊക്കെ കെട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാരി റിബണും ഇതേപോലെ 2 ഭാഗത്തുനിന്നും ആക്കിയിട്ട് ഇതിൻ്റെ നടുവിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സെപ്പറേറ്റ് ഇതിൻ്റെ നൂല് കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യാം കേട്ടോ.
ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഈ നൂല് കൊണ്ട് തന്നെ ഒന്ന് ആദ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതൊന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത് കേട്ടോ. ഇനി എല്ലാം കൂടിയായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. അവസാനം ബാക്കിൽ നല്ല രീതിയിൽ ഒന്നും കൂടിയും കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയ സൈസാണ് കേട്ടോ. ഞാൻ എൻ്റെ മോൾക്ക് വലിയ മുടിയൊന്നും അധികം ഇല്ലാത്ത കാരണം കൊണ്ടാണ് ചെറുതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്നും കൂടി വലുതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതേപോലെ അളവുകളൊക്കെ നോക്കുക. ഇത് അതിനേക്കാളും ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ കുറഞ്ഞിട്ട് ഈ നടുവിലേക്ക് എടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി നിൽക്കുന്നത് ഇത് ചെറുതായത് കാരണം കൊണ്ടാണ് കേട്ടോ. കുറച്ചുകൂടി വലുപ്പമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്നിങ്ങനെ വിട്ട് ഒന്നും കൂടി നല്ല ഇതിൽ നിൽക്കും. അപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം, ചെറുതോ വലുതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ നടുവിൽ വെക്കാൻ വേണ്ടിയിട്ടും ഒരു പീസ് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലെതർ ഷീറ്റിൻ്റെ പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ 10 mm ഇതൊക്കെ ഉണ്ടല്ലോ, 10 mm 6 mm എത്രയാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് ക്രെയിന് ചെറുത് വരുന്നുണ്ടല്ലോ, അതൊക്കെ വെക്കാം കേട്ടോ നടുവിൽ. അപ്പോൾ ഇത് ചെറിയ ബോയ് ആയത് കാരണം കൊണ്ട് തന്നെ ചെറിയ ബോയിൽ നമ്മൾ നല്ല ചെറിയ സൈസാണ് നമുക്ക് നടുവിൽ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് നല്ലോണം മടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു 1 ഇഞ്ചിൻ്റെ 4 വെട്ടൊക്കെ ആയിട്ട് അതുപോലൊക്കെ മടക്കുക. 1 2 4 ഭാഗമാക്കി മടക്കുക കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ മടക്കുക കേട്ടോ. മടക്കിയത് നമ്മൾ വെക്കുമ്പത്തിന് അതുപോലെ നേരെ നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പത്തിന് ഇത് പഴയ പോലെ തന്നെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ല രീതിയിൽ അവിടെ ഒന്ന് അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ക്ലിപ്പിലോ ഏതിൽ വേണമെന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡിലോ ഏതിലാണെന്നുണ്ടെങ്കിൽ വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബോൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള, അപ്പോൾ കണ്ടോ എടുത്തേക്ക് പിടിക്കുമ്പോഴുള്ള നല്ല കളർ, ഈ ഒരു നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. പിന്നെ മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ.